ഈ ലോകത്തിൽ ആരെങ്കിലും ഇതുപോലെ വീട്ടിൽ കറണ്ട് പോയത് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലാ തീപ്പെട്ടിയുടെ അത്രയും മാച്ചസ് ബോക്സിൻ്റെ അത്രയും വലിപ്പത്തിൽ നമുക്ക് ഈ സംവിധാനത്തിന് കൊണ്ടുവരാൻ സാധിക്കും. നമസ്കാരം അമ്പറ, നമസ്കാരം. എന്താ പുതിയ കണ്ടുപിടുത്തമായിട്ടൊക്കെ എന്താ ഒരു സംഭവം? പുതിയ കണ്ടുപിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഉള്ള ഒരു പ്രയത്നമായിരുന്നു സഫലമായത്. അപ്പം അതിലേക്ക് നമുക്ക് കടക്കാം. KSEB എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSEB കുറിച്ച് അവർ കുറ്റമേ പറയാറുള്ളൂ. 100ൽ 100 പേരും. അതിൽ തന്നെ KSEB ജീവനക്കാരനാണ് എങ്കിൽ മാത്രമേ അവർ അനുകൂലമായിട്ട് പറയാറുള്ളൂ. KSEB റിട്ടയർഡ് ആയ വ്യക്തികളെടുത്ത് 50% ആൾക്കാരെടുത്ത് ചോദിച്ചാൽ പോലും അവർക്ക് KSEBയോട് എതിരഭിപ്രായമായിരിക്കും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കൊണ്ട് കഴിഞ്ഞ നവംബർ 1 മുതലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പം കണ്ടില്ലേ, ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ സമയത്ത് നോട്ട് ചെയ്യുന്നതാണ്. എത്ര സെക്കൻഡ് നേരം കറണ്ട് പോയി, ആ ഡേറ്റ് ഇടും, പിന്നെ എപ്പോൾ കറണ്ട് പോയി, എപ്പോൾ കറണ്ട് വന്നു, അത് എത്ര സമയത്തേക്ക് കറണ്ട് കട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. വീട്ടിലിരിക്കുന്ന ദിവസം എഴുതിയതാണത്. അതെ, ഞാനിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ നോക്കും. 3/11/2024 ഒരു ഞായറാഴ്ചയായിരുന്നു. 15 തവണയാണ് ഇവിടെ കട്ടായിരിക്കും. മുന്നറിയിപ്പില്ലാതെ. മുന്നറിയിപ്പില്ല. ഞാൻ വീട്ടിലുള്ള സമയത്താണ്. അപ്പം 20-30 തവണ അന്ന് പോയി കാണും. അപ്പോൾ അതാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ KSEBയിൽ ഒരു വിവരാശം കൊടുത്തു. വിവരാശം കൊടുത്തത് ഇതാണ്. പിന്നെ സെപ്റ്റംബർ 24 മുതൽ ഈ നവംബർ 24 വരെ 2 മാസ കാലയളവിൽ ഇവിടെ തലൂർ ഗ്രാമപഞ്ചായത്ത് ചുണ്ടമല ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള ഗാർഹിക വൈദ്യുത കണക്ഷനുകളിൽ ഏതൊക്കെ സമയങ്ങളിൽ എത്രയെത്ര ദിവസങ്ങളിൽ എത്ര സമയം വൈദ്യുതി നിലച്ചിട്ടുണ്ട് എന്നുള്ള വിശദവിവരം തരണമെന്ന് പറഞ്ഞാണ് കൊടുത്തത്. അതിൽ നിന്നും KSEB തന്ന വിവരാശത്തിൻ്റെ പകർപ്പാണ്. അവരിന്നലെ എനിക്ക് അതിൻ്റെ രേഖകൾ തന്നു. ഇതിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ മറുപുറത്തും ഉണ്ട് എഴുതിയിട്ട്. അപ്പോൾ പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൺസ്യൂമർ കോർട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വാദിച്ചെടുക്കാൻ പറ്റും? ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ കറണ്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSEBക്കാർ ഇതേപോലെ രേഖ കൊടുക്കും. കള്ളം, കറണ്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്കറിയാം പോയ കാര്യം. ഇതുപോലെ ലോകത്തിൽ ആരും എഴുതി വെച്ച് കാണത്തില്ല വീട്ടിൽ കറണ്ട് പോയ കാര്യം. എല്ലാ സാധനങ്ങളും ഒരു ജീവിതത്തിൻ്റെ ഡയറി എഴുതിയിട്ടുണ്ട് എങ്കിലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതി കാണും. പക്ഷേ അവർ പോലും ഈ വീട്ടിൽ കറണ്ട് പോയ കാര്യം ഇതുപോലെ എഴുതി വെച്ച് കാണത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാം? എന്നെ സമൂഹം കള്ളനാക്കിയത് അത് കള്ളമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി. പക്ഷേ ഇതിലൂടെയും തെളിയിക്കാൻ പറ്റത്തില്ല. ഇതിലും കള്ളത്തരമാണ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ഡിവൈസ് കണ്ടുപിടിച്ചത്. ഈ സമൂഹത്തിൽ നിരപരാധികളായ ഒരുപാട് പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ അവിടെ ഒരു രാത്രിയിൽ നടന്ന കേസാണ് എങ്കിൽ കോടതിയിൽ പറയുകയാണ് ആ സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു എന്ന് ഒരു പ്രതി പറയുകയാണ്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ പറയുകയാണെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോടതി അന്വേഷണം ഉത്തരവിടുന്നത് 6 റിപ്പോർട്ടായിരിക്കും വാങ്ങുന്നത്. KSEB-യുടെ റിപ്പോർട്ടാണ് വാങ്ങുന്നത്. KSEB അപ്പോൾ കൊടുക്കുന്ന റിപ്പോർട്ട് എനിക്ക് തന്ന വിവരാശം പോലെ തന്നെ ആവില്ലേ? 15 തവണ കറണ്ട് പോയത് നോട്ട് ചെയ്ത് വെച്ച എനിക്ക് കിട്ടിയത് ഒറ്റ തവണ മാത്രമേ കറണ്ട് പോയിട്ടുള്ളൂ, അതും 19 മിനിറ്റത്തേക്ക് മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാശ നിയമപ്രകാരം തന്ന രേഖയാണിത്. ഇതുമായിട്ട് ഞാൻ വീണ്ടും അപ്പീലിന് പോകുന്നുണ്ട്. അത് വേറെ കാര്യം. ഇപ്പം ഇത് കാണുന്നവർ കമൻറ്റ് ചെയ്യും, അപ്പീൽ കൊടുക്കണം, കേസ് കൊടുക്കണം മെമ്പറെ എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഒരു നിരപരാധി ഇനി ശിക്ഷിക്കപ്പെടാതിരിക്കാനും കൂടിയാണ് ഇങ്ങനെയൊരു ഡിവൈസ് ഞാൻ കണ്ടുപിടിച്ചത്. മിഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പം ഈ ഒരു വർഷം കൊണ്ട് ഈ ചില്ലറ കൊടുത്തതിന് ശേഷം അന്ന് തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 50 തവണ കറണ്ട് കട്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ കള്ളത്തരം പറയുന്നതാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. KSEBയും പറയാറുണ്ട്, അതേപോലെ തന്നെ ചില ആളുകളും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു മിഷൻ ആദ്യം ഞാൻ ഒരുപാട് തിരക്കി നടന്നു. ഇങ്ങനെ ഒരു മിഷൻ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുമോ എന്നറിയാൻ, വൈദ്യുതി പവർ കട്ടാകുമ്പോൾ അത് അറിയാൻ വേണ്ടി ഇങ്ങനൊരു മിഷൻ കിട്ടുമോ എന്ന് നമ്മൾ ഗൂഗിളിലെല്ലാം നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. എന്നിട്ട് എങ്ങും കിട്ടാഞ്ഞത് കൊണ്ടാണ് ഇതുപോലൊരു ഡിവൈസ് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീറ്ററിലാണ് ഘടിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഇത് വലിയൊരു സംവിധാനമായിട്ട് ഓപ്പണായിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെയൊന്നുമല്ല, ഇത് അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. വൈഫൈയും ബ്ലൂടൂത്തോട് കൂടി തീപ്പെട്ടിയുടെ അത്രയും മാച്ചസ് ബോക്സിൻ്റെ അത്രയും വലിപ്പത്തിൽ നമുക്ക് ഈ സംവിധാനത്തിന് കൊണ്ടുവരാൻ സാധിക്കും. KSEB മീറ്ററുമായിട്ട് ഘടിപ്പിച്ചിട്ട് നമുക്ക് മീറ്ററിൽ തൊടാനുള്ള അവകാശമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ
പ്ലഗിൽ ഇവിടെ കുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് 24 മണിക്കൂറും ഓണായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എത്ര തവണ കറണ്ട് പോയാലും ഏത് ഡേറ്റിൽ ഏത് സമയത്ത് എത്ര തവണ അതിൻ്റെ ഡ്യൂറേഷൻ ഉൾപ്പെടെ എല്ലാം ഇതിൽ ഈ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. കൃത്യമായിട്ട് ഡേറ്റ് സഹിതം മൊത്തം വേണമെങ്കിൽ ഈ മെമ്മറി കാർഡ് ഇതിനകത്തുണ്ട്. ആ മെമ്മറി കാർഡ് ഊരി നമുക്ക് സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ഡേറ്റ നമുക്ക് കിട്ടും. ഡേറ്റ അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. എല്ലാം 1 വർഷമെങ്കിൽ 1 വർഷം, 2 വർഷം എല്ലാം ഒരു 2 വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ ഫുള്ള് ഡേറ്റ നമുക്ക് കിട്ടിയിരിക്കും. അത് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനമാണ് തീരുമാനിക്കേണ്ടത്. ജനം ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അവർ ചെയ്യും. ഇപ്പോൾ KSEBിൽ തന്നെ പലയിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. KSEB ഓഫീസിൽ നഗരപ്രദേശങ്ങളിൽ 8 മണിക്കൂറും ഗ്രാമീണ പ്രദേശങ്ങളിൽ 12 മണിക്കൂറും വൈദ്യുതി വിച്ഛേദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടിയില്ല എങ്കിൽ വീട്ടിൽ നമ്മൾ 25 രൂപ വെച്ച് അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങാൻ അർഹപ്പെട്ടവരാണ് എന്നുള്ളത്. അത് പലരും ശ്രദ്ധിച്ചു കാണത്തില്ല നിങ്ങൾ. അപ്പം നമ്മൾ എത്ര പേർ കൊണ്ട് സമയം ഇതിൻ്റെ ഈ പൈസ വാങ്ങിച്ചെടുക്കാൻ നമുക്കൊന്നും പോയി അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനം മീറ്ററിൽ KSEB തന്നെ ഘടിപ്പിച്ചു തരണം. നമുക്ക് മീറ്റർ റീഡിങ് വരുമ്പോൾ നമ്മൾക്ക് തരാത്ത വൈദ്യുതിയുടെ എമൗണ്ട് മൈനസ് ചെയ്തുകൊണ്ടായിരിക്കണം KSEB നമുക്ക് ബില്ല് തരേണ്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിന് 10 പൈസ നിരക്കിൽ തന്നാൽ മതി. രണ്ടാമത്തെ മണിക്കൂറാണ് എങ്കിൽ അവർ 20 പൈസ വെച്ച് നമുക്ക് തരണം. 20 പൈസ എന്ന് പറയാം. അപ്പോൾ 20ഉം 2 മണിക്കൂറാകുമ്പോൾ 20, 20, 40 പൈസ. അപ്പോൾ 40 പൈസ 1 മണിക്കൂറിനാകുമ്പോൾ 3 മണിക്കൂർ കട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എത്രയായി? 1 രൂപ 20 പൈസ വെച്ച് തരണം. അതേ രീതിയിലായിരിക്കണം നമുക്ക് ബില്ലും തരേണ്ടത്. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഈ മിഷൻ ഡിവൈസ്.